ഹായ് ഫ്രണ്ട്സ്, സ്റ്റേറ്റ് ടെക് പവറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഇൻഡക്ഷൻ കുക്കറിൻ്റെ സർവീസിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ബോർഡ് ഞാൻ അഴിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഇൻഡക്ഷൻ കോയിലും ഡിസ്പ്ലേയും നമ്മുടെ കയ്യിലുണ്ട്. ഇതിൻ്റെ കംപ്ലയിൻറ്റ് ഓൺ ആകുന്നില്ല എന്നുള്ള കംപ്ലയിൻ്റാണ്. അപ്പം ഓൺ ആകാതെ വരുമ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ഫ്യൂസ് ചെക്ക് ചെയ്യണം. അപ്പം ഈ കോഡ് വയർ ചെക്ക് ചെയ്യുക. കോഡ് വയർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്യൂസ് ചെക്ക് ചെയ്യുക. ഫ്യൂസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സീരിയൽ ബൾബ് ത്രൂ നമ്മളിത് പവർ കൊടുത്ത് ഓൺ ചെയ്ത് നോക്കണം. അപ്പം സീരിയൽ ബൾബ് ത്രൂ കൊടുക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്യൂസ് പോയിട്ടുണ്ടെങ്കിൽ ഫ്യൂസ് റീപ്ലേസ് ചെയ്യുക. അപ്പം ഫ്യൂസ് പോയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒന്നിൽ IGBT അല്ലെങ്കിൽ റെക്ടിഫയർ, ബ്രിഡ്ജ് റെക്ടിഫയർ കംപ്ലയിൻ്റ് ആയിരിക്കും, ഷോർട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഫ്യൂസ് പോകുന്നത്. ഫ്യൂസ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്യൂസ് റീപ്ലേസ് ചെയ്തതിന് ശേഷം ഓൺ ചെയ്യുന്നത് സീരിയൽ ബൾബ് ത്രൂ ഓൺ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഓൺ ചെയ്ത് കഴിയുമ്പോൾ സീരിയൽ ബൾബ് നന്നായിട്ട് ഗ്ലോ ചെയ്യുകയാണെങ്കിൽ ഒന്നിൽ അതിൻ്റെ ബ്രിഡ്ജ് റെക്ടിഫയർ അല്ലെങ്കിൽ അതിൻ്റെ IGBT കംപ്ലയിൻ്റ് ആയിരിക്കും, ഷോർട്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് IGBT ആണോ അതുപോലെ ബ്രിഡ്ജ് റെക്ടിഫയർ ആണോ ഷോർട്ടെന്ന് അറിയണമെങ്കിൽ നമ്മൾ കോയിലിൻ്റെ ഇൻഡക്ഷൻ കോയിലിൻ്റെ ഏതെങ്കിലും ഒരു എൻഡ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഒരെൻഡ് റിമൂവ് ചെയ്തിട്ടതിന് ശേഷം വീണ്ടും ഓൺ ചെയ്ത് നോക്കുക സീരിയൽ ബൾബ് ത്രൂ. ആ സമയത്ത് നന്നായിട്ട് ഗ്ലോ ചെയ്യുകയാണെങ്കിൽ ബ്രിഡ്ജ് റെക്ടിഫയർ പോയതായിരിക്കും. അതല്ല, ഗ്ലോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ IGBT ഒക്കെ ആയിരിക്കും, അതിൻ്റെ ബ്രിഡ്ജ് റെക്ടിഫയർ ഒക്കെ ആയിരിക്കും, IGBT ആണ് ഷോർട്ട്. അപ്പോൾ നമുക്കങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ IGBTയും അതുപോലെ തന്നെ ബ്രിഡ്ജ് റെക്ടിഫയർ ഒക്കെ ഓക്കെയാണ്. ഇതിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ഇതിന് ഈ ബോർഡിന് സപ്ലൈ വർക്ക് ചെയ്യാനുള്ള സപ്ലൈ 5 വോൾട്ട് ICക്ക് വേണം. അതുപോലെ തന്നെ 18 വോൾട്ട് ഫാൻ വർക്ക് ചെയ്യാൻ വേണ്ടി, അതുപോലെ സ്വിച്ചിങ് ചെയ്യാൻ വേണ്ടിയുള്ള IGBT ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയുള്ള ഡ്രൈവർ സിഗ്നലിനൊക്കെ ആവശ്യമായിട്ടുള്ള വോൾട്ടേജ് വരുന്നില്ല. അപ്പോൾ SMPS സെക്ഷനിനകത്തെ കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു വൈപ്പർ IC ആണ്. അപ്പോൾ ആ IC കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ IC കിട്ടണമെന്നില്ല. നമ്മുടെ കയ്യിൽ മറ്റ് ഇൻഡക്ഷൻ്റെ ബോർഡൊക്കെ ഉണ്ടെങ്കിൽ സെയിം IC ആണെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ICയുടെ നമ്പർ നോക്കിയിട്ട് സെയിം ഇക്വലൻ്റ് ആയിട്ടുള്ള ICകൾ നമുക്ക് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ICയുടെ റീപ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് ICയുടെ നമ്മൾ ഈക്വലൻ്റ് ആയിട്ടുള്ള IC ഇടുന്നെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ ഡേറ്റ ഷീറ്റ് ചെക്ക് ചെയ്യണം. അതിൻ്റെ ഡേറ്റ ഷീറ്റിൽ ഓരോ പിന്നും സെയിം ആണോ, എന്താണ് ഫങ്ഷനൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ റീപ്ലേസ് ചെയ്യാൻ. ചിലപ്പം ഇക്വലൻ്റ് എന്നുള്ള IC ആണെങ്കിൽ പോലും അത് ചിലപ്പം തിരിച്ചായിരിക്കും ഇടുന്നത്. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പം ഇക്വലൻ്റ് എന്ന് പറയുമ്പോൾ ഈ ICയുടെ ഇടുന്ന പൊസിഷനിൽ നേരെ വേറൊരു പൊസിഷനിലായിരിക്കും ഇടുന്നത്. ഒന്നല്ലേ അതിൻ്റെ ലെഗുകളിലുള്ള ചിലപ്പോൾ മാച്ചായി വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഡേറ്റ ഷീറ്റ് ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ IC കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ IC കംപ്ലയിൻ്റ് ആകാനുള്ള കാര്യം ഇതിനകത്ത് ഈ സ്വിച്ച് ചെയ്യുന്ന ചെറിയ ട്രാൻസ്ഫോമറുണ്ട്, സ്വിച്ചിങ് ട്രാൻസ്ഫോമറുണ്ട്, ചെറിയ ഡ്രൈവർ ട്രാൻസ്ഫോമർ എന്ന് പറയും. ഈ ട്രാൻസ്ഫോമർ കംപ്ലയിൻ്റ് ഷോർട്ട് ആയതുകൊണ്ടാണ് ഈ IC പോയത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ട്രാൻസ്ഫോമർ കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ ഈ IC സ്വിച്ചിങ്, അതിനകത്ത് സ്വിച്ചിങ് ആണ്, മോസ്ഫെറ്റ് ഉണ്ട്, അതുപോലെ തന്നെ അങ്ങനത്തെ IC ആണ്. അപ്പോൾ അതും നമുക്ക് അവൈലബിൾ അല്ല എങ്കിൽ നമുക്ക് പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മൊഡ്യൂളുണ്ട്. നമുക്ക് SMPS മൊഡ്യൂൾ കിട്ടും. അപ്പോൾ ആ മൊഡ്യൂൾ നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് ഈ ബോർഡിനെ വർക്ക് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്നത്, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ IC അവൈലബിൾ അല്ല, അതുപോലെ തന്നെ ഈ ട്രാൻസ്ഫോമർ കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് പ്രശ്നമുള്ളതുകൊണ്ട് നമുക്ക് ഈ IC ഇവിടുന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ഈ SMPS മൊഡ്യൂൾ വാങ്ങിച്ച് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ IC പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ബോർഡ് വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയുള്ള വോൾട്ടാണ്, കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇതാണ് SMPS മൊഡ്യൂൾ എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഈ മൊഡ്യൂളിൽ നമുക്ക് 5 വോൾട്ട്, അതുപോലെ 12 വോൾട്ട്, 18 വോൾട്ട് നമുക്ക് ഈ മൊഡ്യൂളിൽ നിന്ന് കിട്ടും. ഇപ്പോൾ ഇൻപുട്ട് നമ്മൾ കൊടുക്കേണ്ടത് DC വോൾട്ടാണ്. DC വോൾട്ടേജ് ഈ മൊഡ്യൂളിന് ഒരു 300 വോൾട്ട് വരെ നമുക്ക് കൊടുക്കാം. 300 വോൾട്ട് വരെ കൊടുത്താൽ നമുക്ക് ഔട്ട്പുട്ട് 5 വോൾട്ടും 12 വോൾട്ട് 18 വോൾട്ട് കിട്ടും. നമുക്ക് പക്ഷേ ഈ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ബോർഡിലേക്ക് 5 വോൾട്ട് വേണം, അതുപോലെ തന്നെ 18 വോൾട്ടും വേണം. 12 വോൾട്ടിൻ്റെ ആവശ്യം നമുക്ക് ഈ ബോർഡിനകത്ത് വരുന്നില്ല, നമ്മുടെ ഈ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ബോർഡിൽ വരുന്നില്ല. നമുക്കിതിനകത്തുനിന്ന് ഇതിൽ നമ്മൾ സപ്ലൈ കണക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഔട്ട്പുട്ട് എടുത്താണ് നമ്മൾ ഈ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ബോർഡ് വർക്ക് ചെയ്യിക്കാൻ വേണ്ടി സപ്ലൈ ഈ മൊഡ്യൂളിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ കണക്ടറിൽ നിന്നാണ് നമുക്ക് ഔട്ട്പുട്ട് എടുക്കേണ്ടത്. ഗ്രൗണ്ട് 5 വോൾട്ട്, 12 വോൾട്ട്, 18 വോൾട്ട്. അപ്പോൾ
ഈ കണക്ടറിൻ്റെ അവിടെ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഈ കണക്ടർ റിമൂവ് ചെയ്തിട്ട് അവിടെ നിന്ന് വയറാണ് നമ്മൾ ഈ ബോർഡിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ഈ ഐ സിയുടെ അടുത്താണ് ഇൻപുട്ട്. അവിടെ പ്ലസ് മൈനസ് കൊടുത്തിട്ടുണ്ട്. അപ്പം പ്ലസ് മൈനസ് കൊടുത്തേക്കുന്നതിൻ്റെ കാര്യം തീർച്ചയായിട്ടും അത് DC വോൾട്ടാണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. അപ്പം നമുക്കവിടെ 300 വോൾട്ട് വരെ DC നമുക്ക് കൊടുക്കാവുന്നതാണ്. നമ്മൾ എവിടെ നിന്ന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഈ ബോർഡ് നേരെ കോഡ് വയറിൽ നിന്ന് വന്ന് ഫ്യൂസ് ത്രൂ നേരെ ബ്രിഡ്ജ് റെക്ടിഫയറിലേക്കാണ് പോകുന്നത്. ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഔട്ട് DC ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വോൾട്ടേജ് വരും. ആ വോൾട്ടേജ് ഒരു കപ്പാസിറ്റർ ഇട്ട് ഫിൽറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കപ്പാസിറ്റർ ഇട്ട് ഫിൽറ്റർ ചെയ്യുന്നിടത്ത് ആ കപ്പാസിറ്ററിന് പാരലായിട്ടാണ് നമ്മൾ പ്ലസ് മൈനസ് പ്ലസ് ഗ്രൗണ്ട് അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഈ ചെറിയ മൊഡ്യൂൾ ബോർഡ് SMPS മൊഡ്യൂൾ ബോർഡിന് ഇൻപുട്ട് കൊടുക്കണം. ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് 5 വോൾട്ടും അതുപോലെ തന്നെ 18 വോൾട്ടും നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റും. അതിൽ നിന്ന് എടുത്തതിന് ശേഷം നമുക്ക് ഈ ബോർഡിൽ എവിടെയാണോ 5 വോൾട്ട് കൊടുക്കേണ്ടത് അതുപോലെ എവിടെയാണോ 18 വോൾട്ട് കൊടുക്കേണ്ടത് അവിടേക്ക് വയർ കണക്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ ഗ്രൗണ്ടും അതിനകത്തുനിന്ന് വരുന്നുണ്ട്, അത് നമുക്ക് എടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോഴും നമുക്ക് ഈ മൊഡ്യൂളിൻ്റെ ഈ ഭാഗത്ത് ഇൻപുട്ട് വോൾട്ടേജ് DC വോൾട്ടേജ് ഇവിടുന്ന് ഈ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് കപ്പാസിറ്ററിലേക്ക് പോകുന്ന കപ്പാസിറ്ററിന് പാരലായിട്ട് നമ്മൾ പോസിറ്റീവും നെഗറ്റീവും കറക്റ്റായിട്ട് നോക്കി കൊടുത്താൽ മതി. പിന്നെ ഈ വലിയ ബോർഡിൽ ഈ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ബോർഡിൽ പിന്നെ നമ്മൾ എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ചെറിയ ബോർഡിൽ നിന്ന് SMPS ബോർഡിൽ നിന്ന് ഒരു ഗ്രൗണ്ട് ഔട്ട്പുട്ടിൽ നിന്ന് ഗ്രൗണ്ട് വരുന്നുണ്ടല്ലോ, അതിൽ നിന്നൊരു വയറെടുത്ത് നമുക്ക് ഈ വലിയ ബോർഡിൻ്റെ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ബോർഡിൻ്റെ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവിലേക്ക് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ നമുക്കൊരു കപ്പാസിറ്റർ ഉണ്ട്. അപ്പം ഈ കാണുന്ന IC നമ്മൾ റിമൂവ് ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ ഈ ട്രാൻസ്ഫോമറും വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. മെയിനായിട്ട് നമ്മൾ ആ സ്വിച്ചിങ് IC റിമൂവ് ചെയ്യണം. ഈ മൊഡ്യൂൾ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് റിമൂവ് ചെയ്തിട്ട് വേണം നമ്മളിത് ഈ മൊഡ്യൂൾ കണക്ട് ചെയ്യാൻ വേണ്ടി. അപ്പം നമുക്ക് ഈ SMPS മൊഡ്യൂളിൻ്റെ ഔട്ട്പുട്ട് ഗ്രൗണ്ട് വേണം, 5 വോൾട്ട് വേണം, 18 വോൾട്ട് വേണം. അപ്പം ഗ്രൗണ്ട് നമ്മൾ ഈ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ബോർഡിലെ ഏതെങ്കിലും കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യണം. 5 വോൾട്ട് നമ്മൾ എവിടെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഈ ഇൻഡക്ഷൻ കുക്കർ ബോർഡിൽ ഒരു റെഗുലേറ്റർ ഉണ്ട്, 5 വോൾട്ട് റെഗുലേറ്റർ ഉണ്ട്. ആ റെഗുലേറ്ററിൻ്റെ 5 വോൾട്ട് ഔട്ട് വരുന്നത് ഒന്നാമത്തെ പിന്നാണ്. ആ ഒന്നാമത്തെ പിന്നിലേക്ക് നമ്മൾ 5 വോൾട്ട് കൊടുക്കണം. അതുപോലെ തന്നെ 18 വോൾട്ട് നമുക്ക് ഫാനിൻ്റെ കണക്ടറായിട്ടുണ്ട്. ആ കണക്ടറിൻ്റെ പോസിറ്റീവിൽ കൊടുക്കണം. ഇതാണ് റെഗുലേറ്റർ. ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഷേപ്പിലാണ് ഇരിക്കുന്ന റെഗുലേറ്റർ. അത് ട്രാൻസിസ്റ്റർ അല്ല, വോൾട്ടേജ് റെഗുലേറ്ററാണ്. 7805 എന്ന് പറഞ്ഞ പോലെ 5 വോൾട്ട് റെഗുലേറ്റ് ചെയ്ത് തരുന്ന ഒരു റെഗുലേറ്ററാണ്. ട്രാൻസിസ്റ്ററിൻ്റെ ഷേപ്പാണെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ പിന്നാണ് ഔട്ട്, സെൻറ്റർ പിന്ന് ഗ്രൗണ്ട്, തേർഡ് പിന്ന് വന്നിട്ട് ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ മൊഡ്യൂളിൽ നിന്ന് വരുന്ന 5 വോൾട്ട് നേരെ ഈ റെഗുലേറ്ററിൻ്റെ ഒന്നാമത്തെ പിന്നിലേക്ക് കൊടുക്കണം. അപ്പം 2 കണക്ഷനായി. പ്ലസ് വോൾട്ട് 5 വോൾട്ട് റെഗുലേറ്ററിൻ്റെ ഒന്നാമത്തെ പിന്നിൽ കൊടുക്കുക, ഗ്രൗണ്ട് നേരെ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ഏതെങ്കിലും ഒരു കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവിലേക്ക് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവിലേക്ക് കൊടുക്കുക. പിന്നുള്ളത് 18 വോൾട്ടാണ്. അപ്പോൾ ആ 18 വോൾട്ട് നമ്മൾ നേരെ എടുത്ത് ഇവിടെ ഫാനിൻ്റെ ഒരു കണക്ടറുണ്ട്, ആ ഫാനിൻ്റെ കണക്ടറിലേക്കാണ് കൊടുക്കേണ്ടത്. അപ്പം ഫാനിൻ്റെ കണക്ടറിൻ്റെ അവിടെ പോസിറ്റീവ് എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഫാനിൻ്റെ കണക്ടറിലേക്ക് ഒരു ഡയോഡ് പോകുന്നുണ്ട്. ആ ഡയോഡിൻ്റെ കാഥോഡ് സൈഡിലേക്ക് നമ്മൾ 18 വോൾട്ട് കൊടുക്കുക. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഈ ബോർഡ് നന്നായിട്ട് വർക്ക് ചെയ്യും. ഇപ്പോൾ ഈ ബോർഡിൻ്റെ കംപ്ലയിൻറ്റ് SMPS സെക്ഷൻ വർക്കല്ല, SMPS സെക്ഷന് കംപ്ലയിൻ്റ് ആയതുകൊണ്ടാണ് ഓൺ ആകാത്തത്. IGBTയും അതുപോലെ റെക്ടിഫയർ സെക്ഷനൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഞാൻ ഈ ബോർഡ് എടുത്തു, നമ്മുടെ ഈ ചെറിയ SMPS ബോർഡ് എടുത്തു, മൊഡ്യൂൾ എടുത്തു. അതിൽ ഞാൻ ഒരേ കളർ വയറുകളാണ് ഔട്ട്പുട്ട് കണക്ട് ചെയ്തേക്കുന്നത്. ഗ്രൗണ്ട് 5 വോൾട്ട് 18 വോൾട്ടിന് ഒരേ കളർ വയർസ് കളക്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഗ്രൗണ്ട് വയർ ഏതാണ് അതുപോലെ തന്നെ 5 വോൾട്ട് ഏതാണ് എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിക്കുന്നുണ്ട്. അപ്പം ഒന്നാമത്തെ ഈ വയർ ഗ്രൗണ്ട് ആയത് കാരണം ഞാനതിൽ ബ്ലാക്ക് ടേപ്പ് ഒട്ടിച്ചു. ഇനി അതിൻ്റെ ആ വയറിൻ്റെ തന്നെ സെയിം അടുത്ത എൻഡിലും അതേ കളറ് വയർ ഞാൻ ഒട്ടിക്കുന്നുണ്ട്. കാരണം വയറിൻ്റെ വയറിങ് അകത്തൂടെ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഏതാണ് ഗ്രൗണ്ട് ഏതാണ് 5 വോൾട്ട് എന്നൊക്കെ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. കളർ കോഡ് അനുസരിച്ച് നിങ്ങളുടെ കയ്യിൽ കളറുണ്ടെങ്കിൽ വയറുണ്ടെങ്കിൽ കളർ കോഡ് അനുസരിച്ച് കൊടുത്താൽ മതി. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഈ ഒരു വയർ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനത് കൊടുത്തതാണ്. ഇനിയിപ്പോൾ ഞാൻ 5 വോൾട്ടിന് യെല്ലോ വയർ കൊടുക്കുകയാണ്.
യെല്ലോ വയർ കൊടുക്കുന്നത് 5 വോൾട്ടിനാണ്. പിന്നെ റെഡ് വയർ 18 വോൾട്ടാണ്. അപ്പോൾ അതിന് കൊടുക്കുന്നില്ല. നമുക്ക് വയർ 3 വയറിൽ സെക്കൻഡറി ഇവിടെ ഔട്ട്പുട്ടിൽ നിന്ന് 3 വയറേ വരുന്നുള്ളൂ. അപ്പോൾ 3 വയറിൽ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ കളർ ഞാൻ ഈ ടേപ്പ് ചുറ്റുന്നത്. ഇത് 5 വോൾട്ടാണ്. ഈ യെല്ലോ ഇൻസുലേഷൻ ടേപ്പ് ചുറ്റിയത് 5 വോൾട്ടും ബ്ലാക്ക് ഗ്രൗണ്ടും പിന്നെ ചുറ്റാത്തത് 18 വോൾട്ടുമാണ്. ഞാൻ ഇതിനകത്ത് ഓൾറെഡി ഇതിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ട് ബോർഡ് വെക്കാനുള്ളൊരു ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ കൃത്യമായിട്ട് ബോർഡ് ഡബിൾ സൈഡ് ടേപ്പൊക്കെ ഒട്ടിച്ച് അതിനുശേഷം സ്ക്രൂ ഒക്കെ ചെയ്ത് നന്നായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. കണക്ഷനൊക്കെ പറഞ്ഞ പോലെ തന്നെ സിമ്പിളാണ്. ഇൻഡക്ഷൻ കുക്കറിൻ്റെ ബോർഡിൻ്റെ റെക്ടിഫിക്കേഷൻ, ഈ ബ്രിഡ്ജ് റെക്ടിഫയർ കഴിഞ്ഞതിന് ശേഷം ആ കപ്പാസിറ്ററിലേക്ക് അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവ് ഏതാണെന്ന് നോക്കിയിട്ട് SMPS മൊഡ്യൂളിന് ഇൻപുട്ട് കൊടുത്തു, പോസിറ്റീവ് നെഗറ്റീവ്. പിന്നുള്ളത് 3 വയറാണ് ഔട്ട്പുട്ടിൽ നിന്ന് വരുന്നത്. SMPS മൊഡ്യൂൾ ബോർഡിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് വരുന്നതാണ്. അതും അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ ഒന്ന് ഫിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഇൻഡക്ഷൻ കുക്കർ കോയിൽ ഫിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഇതുണ്ട്, ഹീറ്റ് സെൻസറുണ്ട്, ടെമ്പറേച്ചർ സെൻസറുണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ സെൻസറിൻ്റെ അവിടെ ഹീറ്റിംഗ് കോമ്പൗണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബോർഡ് അഡീഷണൽ ഇത് വെച്ചതുകൊണ്ട് കേബിൾ ടൈ ഒക്കെ ഇട്ട് നല്ല രീതിയിൽ നമ്മൾ കേബിൾ ടൈ ഒക്കെ ഇട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം അകത്ത് പൊടിയോ മറ്റ് ലെഡൊക്കെ ഉണ്ടെങ്കിൽ താഴെ പോകാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഒന്ന് തിരിച്ചൊന്നിട്ട് ക്ലീൻ ചെയ്ത്. ഇനിയിപ്പോൾ നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇനിയിപ്പം ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഓൺ ചെയ്തു. ഇപ്പോൾ ഓൺ ചെയ്തപ്പോൾ കണ്ടോ അതിൻ്റെ LED വർക്കിംഗ് ആയിട്ടുണ്ട്. നേരത്തെ ഇത് ഓൺ ആകുന്നില്ല എന്നുള്ള പ്രോബ്ലം ആയിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ഓൺ ആയിട്ടുണ്ട്. സംഭവം ഓക്കെയാണ്, വർക്കിംഗ് ആണ്, ഹീറ്റ് ആവുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബോർഡിൻ്റെ ഈ SMPS സെക്ഷൻ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ മൊഡ്യൂൾ വെച്ച് റെഡിയാക്കിയെടുക്കാം.